ലോങ് ഡ്രൈവുകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ. ഞങ്ങൾക്കും ഇഷ്ടമാട്ടോ ലോങ് ഡ്രൈവ് പോകാൻ. പക്ഷേ പലപ്പോഴും അതിനൊന്നും നേരം കിട്ടാറില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേകിച്ച് പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുന്ന ട്രിപ്പുകളായിരിക്കും ഏറ്റവും നല്ല ട്രിപ്പായിട്ട് വരിക എന്ന് പല മഹാന്മാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളും ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വട്ടുപരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അബുദാബിയിൽ നിന്ന് 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങളിവിടെ ഹത്തയിലേക്ക് എത്തിയേക്കാണ്. ഓൺ ദ വേയിലുള്ള രസകരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓഫ് റോഡ് ലൈസൻസ് ഒക്കെ ഉള്ള ആൾക്കാർ ഡ്യൂൺ ബാഷിങ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ആ 2-2.5 മണിക്കൂർ പോണ വഴി അറിയില്ല. പിന്നെ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല നമ്മുടെ ഈ ട്രിപ്പ്. കൈ കിട്ടിയ സാധനങ്ങളൊക്കെ പറക്കി കൂട്ടി കാറിൽ കയറ്റി ഒരൊറ്റ പോക്ക്. അങ്ങനെ നേരെ ഹത്തയിലെത്തി. ഹത്തയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹത്ത ഡാം കണ്ടിട്ടില്ലല്ലോ എന്നൊരു ബോധം വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു ഹത്ത ഡാമിലോട്ട്. പണ്ടൊരിക്കൽ ഞങ്ങൾ ഹത്ത ഡാമിൽ വന്നെങ്കിലും ഒരുപാട് ഇരുട്ടി പോയതുകൊണ്ട് കയറാൻ പറ്റിയിരുന്നില്ല. പിന്നെ അന്ന് പിള്ളേരും ചെറുതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തൊന്ന് ഇപ്രാവശ്യം ഹത്ത ഡാമിലേക്ക് ചെല്ലാന്ന്. ഒരുപാട് ചേഞ്ചസ് വന്നു കേട്ടോ. UAE ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു മാസം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ആ സ്ഥലം പിന്നെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഹത്ത ഡാമിൻ്റെ പ്രമിസസേ അല്ല ഇത്തവണ ചെന്നപ്പോൾ കണ്ടത്. പുതിയ ഷോപ്സ് വന്നു. അതുപോലെ തന്നെ പണ്ട് വരുമ്പം ഹത്ത ഡാമിൻ്റെ താഴെ വരെ നമുക്ക് ഡ്രൈവ് ചെയ്ത് ചെല്ലായിരുന്നു. ഞങ്ങൾ ചെന്നത് ഒരു ഈദിൻ്റെ ടൈമിനോടനുബന്ധിച്ചാണ്. അപ്പോൾ അവിടെ ഷട്ടിൽ ബസ്സസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഹത്തയിലേക്ക് വരുന്നത്. ഇത്തവണ അബുദാബിയിൽ നിന്ന് ഒരു 2-2.5 എത്ര മണിക്കൂർ എടുത്തു വെച്ചാൽ 3 മണിക്കൂർ 2.5 മണിക്കൂർ നീങ്ങി ഒരു സ്ഥലം വരെ വന്നിരിക്കുക. എവിടേക്കാണെന്നറിയോ? ഹത്ത ഡാമിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് ഞങ്ങൾ താഴെ വരെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ ഫ്രീ ഷട്ടിൽ ബസ് അറേഞ്ച് ചെയ്തേക്കാണ്. നമുക്കത് അവിടെ നിന്ന് ഫ്രീ ഷട്ടിൽ ടു ഹത്ത ഡാം ഉണ്ട് കേട്ടോ. പണ്ട് അവർ താഴെ വരെ സംഭവിച്ചിരുന്നു. ഇപ്പം എന്ത് പറ്റിയാവും? ഹത്ത മൊബിലിറ്റി വൺ സെറ്റപ്പായിട്ടാ. ഷട്ടിൽ ബസ്സിലൊക്കെയാണ് നമ്മൾ പോണേ. കാർ ഓടിച്ചിട്ടുള്ള ടെൻഷനൊന്നും വേണ്ടേ. നല്ല മഴക്കാരുണ്ട് കേട്ടോ. വലിയ വെയിലൊന്നും കാണാനില്ല. വിചാരിച്ചതിന് നേരത്തെ ഷട്ടിൽ ബസ്സിൽ കയറിക്കൂടാൻ പറ്റി. വേഗം ഷട്ടിൽ ബസ്സിൽ ഹത്ത ഡാമിൻ്റെ മുകളിലോട്ട്. ഈ വഴിയൊക്കെ പണ്ട് നടന്ന് കയറണമായിരുന്നു കേട്ടോ. പണ്ട് സ്റ്റെപ്സിലൂടെയാണ് ഈ ഹത്ത ഡാമിൻ്റെ മുകളിലോട്ട് പോയിരുന്നത്. അപ്പോൾ തന്നെ ഈ പ്രായമായവർക്കൊക്കെ കയറി ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഷട്ടിൽ ബസ്സുള്ളത് അങ്ങനെ ഒരു ഉപകാരമായി. പ്രായമായവർക്കും ചെറിയ കുട്ടികളെ പിടിച്ച് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ അതെന്തായാലും വളരെ വലിയൊരു സൗകര്യമായിരുന്നു. പക്ഷേ ഈ ഇതിനോടനുബന്ധിച്ചാണ് അവർ ചെയ്തതെന്നാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അറിയാൻ സാധിച്ചത്. ഇത് കഴിയുമ്പോൾ ഇനി തിരിച്ച് ബാക്ക് ടു നോർമൽ ആയിരിക്കുമോ എന്ന് അറിയില്ല കേട്ടോ. ഹത്ത ഡാമിലേക്കാട്ടോ. അപ്പോൾ പണ്ട് നമുക്ക് താഴെ വന്ന് പാർക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഇത്രയും ദൂരം കണ്ടോ, താഴെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി വരണം. അവിടെ സ്റ്റെപ്പ് അവിടെ നിന്ന് ഇങ്ങനെ കയറി വരണം. പക്ഷെ ഇപ്പം അവർ ഈദ് പ്രമാണിച്ച് ഒരാഴ്ചയായിട്ട് തുടങ്ങിയിട്ട് വാൻ സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ കാണുന്ന വാനുകളെല്ലാം അതിന് വേണ്ടി വന്നിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഷട്ടിൽ ബസ്സിലാട്ടോ വന്നത്. അപ്പോൾ അതേ ഇന്ന് അത്ര തിരക്കില്ല, വിചാരിച്ച അത്ര തിരക്കില്ല. നമുക്ക് എന്തായാലും ഡാമിലേക്ക് കാണാം. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾക്ക് മിസ്സായൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു തവണയെങ്കിലും അവിടെ ചെന്ന് കാണുക വേണം. അത്ര വിശാലമായിട്ട് കിടക്കാണ് കേട്ടോ നമ്മുടെ ഹത്ത ഡാം. മാത്രമല്ല ബോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോനറ്റ് ബോട്ടുണ്ട്, പെഡൽ ബോട്ടുണ്ട്, പിന്നെ എവിടെയും കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു സൈക്കിൾ ബോട്ട് പോലത്തെ ഒരെണ്ണം കണ്ടു. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അത് വർക്കിംഗ് ആയിരുന്നില്ല. എന്തോ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. മക്കളുടെ നോട്ടം അതിലേക്കായിരുന്നു. അപ്പോഴാണ് ഈ ചായം പറഞ്ഞത് ഈ കാഴ്ച പിന്നെയാണെങ്കിൽ കാണാമല്ലോ, വേഗം ചെന്ന് നമുക്ക് ബോട്ട് ബുക്ക് ചെയ്യാമെന്ന് ഓർത്തു. എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ബോട്ടിങ് ചെയ്യാൻ പോകട്ടോ. നമ്മൾ പണ്ട് റഫീഷ ഡാമിൽ പോയിട്ട് ബോട്ടിങ് പറ്റിയില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും നമ്മൾ ബോട്ട് ചെയ്യാൻ പോകണം. ബോട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാം? നമ്മുടെ ഹത്ത ഡാമിൽ. അടിപൊളി കയാക്കിംഗ് ഉണ്ട്. പക്ഷെ കയാക്കിംഗ് 2 പേര് അപ്പോൾ നമ്മൾ തന്നെയായി പോകില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നെങ്ങനെ പോകാം. ഈ യൂട്യൂബ് തുടങ്ങി പിന്നെ ഞാൻ കണ്ടൊരു മാറ്റം കേട്ടോ. ചെറിയ കാര്യങ്ങളുടെ പോലെ ബ്യൂട്ടി നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. നേച്ചറിൻ്റെ ബ്യൂട്ടി അങ്ങനെ എല്ലാം. ബോട്ടിങ്ങിന് ഒട്ടും തിരക്കില്ല എന്ന് വിചാരിച്ച് വളരെ റിലാക്സ്ഡായി ചെന്ന ഞങ്ങൾ ആ സമയത്താണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ടോക്കൺ നമ്പർ വരാനിരിക്കുന്നത്. ആൾക്കാർ ടോക്കൺ നമ്പർ അവിടെ കൊടുത്തിട്ട് അവർ ഫ്രഷ് ആവാൻ വേണ്ടിയും അതുപോലെ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടി ചുമ്മാ പോയിരിക്കായിരുന്നു. പിന്നെ അവിടെ കുറേ കോയി ഫിഷുകളൊക്കെ കണ്ട് ഞങ്ങൾ ആ നേച്ചറൊക്കെ എൻജോയ് ചെയ്തിരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ ടോക്കൺ എത്തി. ഞങ്ങൾ ബോട്ടിങ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു രാത്രിയിലത്തെ വ്യൂ കാണാൻ നല്ല അടിപൊളിയാണ്. ഇത് പിന്നെ നമുക്ക് ഡേ വ്യൂവും നൈറ്റ് വ്യൂ രണ്ടും കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ.
പക്ഷെ ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു അവരെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്താണ് കയറേണ്ടത്, കാരണം ഡേ വ്യൂ പോലെ തന്നെ മനോഹരമായിരുന്നു നൈറ്റ് വ്യൂ. ഞങ്ങൾ ഓർത്ത് ഇരുട്ടായിരിക്കുന്നു, പക്ഷെ സൈഡിൽ മൊത്തം ലൈറ്റ്സ്, അവർ ആ മലകളുടെ ഇടയിലൊക്കെ സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. മക്കൾ രണ്ടുപേരും ലേശം ഇപ്പോഴേ തുടങ്ങിയിരുന്നു. വേറെ ഒന്നുമല്ല, അവർക്ക് രണ്ടുപേർക്കും ആര് പെഡൽ ചെയ്യും എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഇച്ചാനും ഞാനുമാണ് പെഡൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനും ഭയങ്കര ഉഷാറിൽ ചാടിക്കറി ഫ്രണ്ടിലൊക്കെ കയറിയിരുന്നു കേട്ടോ. പക്ഷേ വിചാരിച്ചത്ര എളുപ്പമൊന്നുമില്ല കേട്ടോ ഈ പെഡൽ ചെയ്യാൻ. ഞാൻ പണ്ടൊരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല. എന്തായാലും ഒരു ആവേശത്തിന് പുറത്ത് ഞാനും ഇച്ചാനും തന്നെ ഫ്രണ്ട് സീറ്റ് കയറിയിരുന്നു. ഇച്ചാനും വലിയ കൊലക്കൊന്നും ഉണ്ടായിരുന്നില്ലേ, പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കിതച്ചു തുടങ്ങിയിരുന്നു. കുറച്ച് നേരം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനായിട്ട് ഹത്ത ഡാം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഈ ബോട്ടിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും 1 മണിക്കൂർ നമ്മൾ കാശ് കൊടുക്കുന്നതല്ലേ. 1 മണിക്കൂർ മൊത്തം നമ്മൾ വെള്ളത്തിൽ തന്നെ സ്പെൻഡ് ചെയ്യും. മാത്രമല്ല മൊബൈലിൽ തീരെ റേഞ്ചും ഇല്ല, അപ്പോൾ നമ്മൾ ആരും മൊബൈൽ നോക്കത്തുമില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് പറ്റിയ സ്ഥലമാണത്. അവനോട് ഇത് പറയാന്നല്ലോ. അല്ല ചെയ്യാൻ ബുദ്ധിമുട്ടോടെ കാലം തുടങ്ങും. കാണുമ്പോ പെടൽ ബോട്ട് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം കിതപ്പ് വരും കേട്ടോ. അയ്യോ, 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നടക്കാൻ എനിക്ക് വേറെ വല്ലതും വേണ്ടി വരും. എൻ്റെ മോൻ അവിടെ ഇരുന്ന് എൻ്റെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മ പോയിട്ട് റെസ്റ്റ് എടുത്തോ, ഞാൻ ചവിട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, മോനെ തന്നെ ഏൽപ്പിച്ചു. എൻ്റെ മക്കൾ ഇത്രയും വലുതായ കാര്യം ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്. അമ്മമാർക്ക് മക്കൾ എത്ര വലുതായാലും കുഞ്ഞുങ്ങളാ, പക്ഷെ നമ്മുടെ മക്കൾ ഇത്ര വലുതായ കാര്യം നമ്മൾ ഇപ്പോഴാട്ടോ മനസ്സിലാക്കുന്നത്. അവരെന്ത് രസമായിട്ടാണ് പെഡൽ ചെയ്യണേ. ഓനും ഹാപ്പി, ഞാനും ഹാപ്പി. അന്തിക്കടപ്പുറത്തൊരോലക്കുടയും ഇട്ട് 4 കുട്ടി മുറുക്കി നടക്കണത് ആരാണ്? ഞാനെല്ലാം പരന്തല്ല കിനകളെല്ലാം തുഴഞ്ഞോ ക്ഷീണിച്ച മോൻ. ഇരിച്ചാ ബൂസ്റ്റ് കളിക്കേണ്ടി വരുമോ? റിക്കി ബ്രദർ, ക്ഷീണുണ്ടോ എന്ന് ചോദിച്ചപ്പോഴൊക്കെ ഇതല്ല, ഇതിലപ്പുറം ചാടിക്കിടന്നവരാണ് KK ജോസഫ് എന്ന് പറഞ്ഞ ഇച്ചായൻ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്തുലിട്ടു. എന്തായാലും ഡ്രൈവിംഗ് സീറ്റ് രണ്ടും ഞങ്ങൾ മക്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും റിലാക്സ്ഡ് ആയിട്ട് ബാക്കിൽ ചെന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല കാറ്റ്, ഒടുക്കത്തെ ആംബിയൻസ്. അവർ പറഞ്ഞ പോലെ തന്നെ ലൈറ്റിന് യാതൊരു പഞ്ഞവുമില്ല കേട്ടോ. സൈഡിൽ മൊത്തം ലൈറ്റ്, അത് കൂടാതെ മൗണ്ടൻസിൻ്റെ ഇടയ്ക്ക് അവർ സ്പോട്ട് ലൈറ്റ് കൊടുത്ത മൗണ്ടൻസിൻ്റെ ശരിക്കും ബ്യൂട്ടി കാണുന്നത് ഈ രാത്രി സമയത്താണെന്ന് വേണം പറയാൻ. കാറ്റടിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലല്ലോ, ചുമ്മാ ഇരിക്കല്ലേ. പാട്ടൊക്കെ വന്നു തുടങ്ങി. എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് ഞങ്ങൾ ആ 1 മണിക്കൂർ മൊത്തം സ്പെൻഡ് ചെയ്തു. പെഡൽ ചെയ്ത് അണ്ണന്മാരും അടിഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പതുക്കെ വൈൻഡപ്പ് ചെയ്താലോ എന്ന്. പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടതൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളിക്കൂവും നേരം. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നാ അതിവിദഗ്ധമായിട്ട് ബോട്ട് മറിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ഫ്രണ്ടിലോട്ട് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും ഞെട്ടിച്ച് അവരതിവിദഗ്ധമായിട്ട് ബോട്ട് കറക്റ്റ് പാർക്കിംഗ് സ്ലോട്ടിലോട്ട് പാർക്ക് ചെയ്തു. ഇവന്മാർ മരണമാസാണ്, മരണമാസ്. Pilot and co-pilot, it was a great ride. I enjoyed it, man. So how was the experience? Amazing. Paddling the boat? Super. So fun. Must try. Make your kids ride. I'll be inspiration. അതെ, വണ്ടി സേഫ് ആയിട്ട് പാർക്ക് ചെയ്ത ആളാണ് നിൽക്കണേ കേട്ടോ. ഹൈ ഫൈ. Me too. ഞങ്ങൾ തിരിച്ചെത്തുന്നതും നോക്കി കോയി ഫിഷുകൾ എന്തൊക്കെയോ കാത്തിരിക്കുന്നു. പക്ഷെ കയ്യിലാണെങ്കിൽ ഒരു സാധനം കൊടുക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ മുകളിലോട്ട് കയറി. അണ്ണന്മാരും ഞങ്ങൾ നല്ല പോലെ ക്ഷീണിച്ചിരുന്നു. അപ്പോൾ അവിടെ റിഫ്രഷ്മെൻറ്റ്സ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് വിശപ്പൊക്കെ മാറ്റി പിന്നെ നമ്മൾ ഡാമിൻ്റെ മുകളിലോട്ട് കയറി. ഓക്കെ, അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വാക്ക് വേണ്ട. അവിടെ നിന്ന് 2 സൈഡിലോട്ട് നല്ല വ്യൂ ആട്ടോ. ഒരു സൈഡിൽ മൊത്തം പാർക്കും, ഒരു സൈഡിൽ മൊത്തം ഡാമും. ഈ സ്ലോപ്പിൽ നിന്ന് ഇനി ഒരു വാട്ടർഫോൾ അവർ സ്റ്റാർട്ട് ചെയ്ത് ഇത് പാർക്കാണ്. എനിക്ക് തോന്നുന്നു പണ്ട് ഇതിവിടെ ഫുൾ
പാർക്കിംഗ് ഏരിയ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹത്തയോട് വിട പറഞ്ഞു. നല്ലൊരു ദിവസത്തെ ഓർമ്മയുമായിട്ട് തിരിച്ച് അബുദാബിയിലോട്ട്. അപ്പോഴും ഹത്ത അവിടെ തിളങ്ങിക്കൊണ്ടിരുന്നിരുന്നു വലിയ അക്ഷരത്തിൽ. Sometimes the best adventures are the unplanned ones, and let the unplanned ones lead you to extraordinary places.